എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. 2002നും 2011നും ഇടയിലാണ് നിങ്ങളുടെ കുഞ്ഞ് ജനിച്ചതെങ്കിൽ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണ്. 2002 സെപ്റ്റംബറിനും 2011 ജനുവരിക്കും ഇടയിലാണ് ബ്രിട്ടനിൽ ജനിച്ച എല്ലാ കുട്ടികൾക്കുമായി രൂപീകരിച്ച അക്കൗണ്ടുകളാണ് ചൈൽഡ് ട്രസ്റ്റ് ഫണ്ട് എന്നറിയപ്പെടുന്നത്. ഇതിൽ 6,71,000 പേർക്കായി 1.4 ബില്യൺ പൗണ്ട് ഇനിയും അവകാശികളില്ലാതെ ഖജനാവിൽ ഇരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അവരിൽ പലർക്കും തന്നെ ഇത്തരത്തിലുള്ള ഒരു അക്കൗണ്ട് ഉണ്ടോ എന്ന് പോലും അറിയിപ്പ് ഇല്ല. ഇത്തരത്തിലൊരു സഹായം അവർക്ക് ലഭിക്കുമെന്നും അറിയില്ല. ശരാശരി സേവിങ്സ് പോട്ട് 2,212 പൗണ്ട് വരുമെന്നാണ് HMRC പറയുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ കുട്ടികൾക്ക് ഇതിൽ അർഹതയുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് HMRC മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. HMRCയുടെ എക്സ് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ കുട്ടി 18നും 22നും ഇടയിൽ പ്രായമുള്ളതാണെങ്കിൽ ചൈൽഡ് ട്രസ്റ്റ് ഫണ്ടിൽ നിന്നും പണം പിൻവലിക്കാവുന്നതാണ്. ഒരാൾക്ക് ശരാശരി 2,200 പൗണ്ട് വീതം ലഭിച്ചേക്കും എന്നാണ് HMRC പറയുന്നത്. നിങ്ങളുടെ കുട്ടിക്ക് ചൈൽഡ് ട്രസ്റ്റ് ഫണ്ടിന് അർഹതയുണ്ടോ എന്നത് നിങ്ങൾക്ക് HMRCയുടെ വെബ്സൈറ്റിൽ പോയി പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾക്ക് 16 വയസ്സിന് മേൽ പ്രായമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മാതാപിതാക്കൾ ഒരാൾക്ക് പരിശോധിക്കാം. പരിശോധിക്കുന്നതിനായി കുട്ടിയുടെ പൂർണ്ണമായ പേര്, വിലാസം, ജനനതീയതി എന്നിവ നൽകേണ്ടതുണ്ട്. അതോടൊപ്പം നാഷണൽ ഇൻഷുറൻസ് നമ്പറും നിർബന്ധമായും നൽകിയിരിക്കണമെന്നും പറയുന്നു. ഏത് പ്രൊവൈഡറുടെ കൈവശമാണ് നിങ്ങളുടെ ചൈൽഡ് ട്രസ്റ്റ് ഫണ്ട് ഉള്ളതെന്ന് ഇതുവഴി കണ്ടുപിടിക്കാൻ കഴിയും. എന്നാൽ എത്ര തുകയുണ്ടെന്നത് അറിയാൻ കഴിയില്ല. നിങ്ങളുടെ കുട്ടിക്ക് ഈ ഫണ്ടിനുള്ള അർഹതയുണ്ടെങ്കിൽ 3 ആഴ്ചയ്ക്കകം നേരിട്ടോ തപാൽ വഴിയോ ഓൺലൈൻ വഴിയോ HMRCക്ക് അപേക്ഷ നൽകേണ്ടതുണ്ട്. 6 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് മറുപടി ലഭിച്ചില്ലെങ്കിൽ HMRCക്ക് ഫോളോ അപ്പ് ചെയ്യുന്നതിനുള്ള കത്ത് നൽകാം എന്നും പറയുന്നു. പ്രൊവൈഡർ ആരെന്ന വിവരം ലഭിച്ചാൽ നിങ്ങൾക്ക് പ്രൊവൈഡറെ സമീപിച്ച് പണം പിൻവലിക്കാവുന്നതോ ട്രാൻസ്ഫർ ചെയ്യാവുന്നതോ ആണെന്നാണ് HMRC ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2002നും 2011നും ഇടയിലുള്ള മക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതൊന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലത്തെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.